ദില്ലി സ്ഫോടന കേസ് NIA ഏറ്റെടുത്തു. സ്ഫോടനത്തിൽ ഇതുവരെ 7 പേർ കസ്റ്റഡിയിലായി. 9 പേർ മരിച്ചതായി സ്ഥിരീകരണം. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് കാശ്മീർ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് സൂചന. അതേസമയം വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജമ്മുകാശ്മീർ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. തമ്മി, സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ UAPA ചുമത്തിക്കൊണ്ടുള്ള കേസ് എടുക്കുമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും NIA ഇപ്പോൾ കേസെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കുകയാണ്. നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ മേഖലകൾ സന്ദർശിക്കുകയും തെളിവെടുപ്പുകളിലൊക്കെ തന്നെയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് നിരവധിയായിട്ടുള്ള ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത് ഈ I-20 വാഹനത്തിന്റെ ആദ്യത്തെ ഉടമയാണ്. അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അടക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമാണ് ഈ കാർ ഓടിച്ചിരുന്ന ഉമർ മുഹമ്മദ് എന്ന ആളാണ് എന്നുള്ള കാര്യം പോലീസും ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന 2 ഡോക്ടർമാരടക്കം ഉള്ള ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് 4 പേരെയും അതോടൊപ്പം പുൽവാമയിൽ നിന്ന് 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സഹോദരങ്ങളെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെയും ATSന്റെയും ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എല്ലാ ദേശീയ അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആഭ്യന്തര വകുപ്പിന്റെയും അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നടക്കമുള്ള ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയൊക്കെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഊർജിതമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് എല്ലാ സേനാ വിഭാഗങ്ങളും കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോഴും തെളിവെടുപ്പ് അടക്കമുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗത്തിന്റെ വിദഗ്ധരായിട്ടുള്ള ഒരു സംഘം ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ്. ഈ വാഹനങ്ങളൊന്നും തന്നെ ഈ പൊട്ടിത്തെറിച്ചിട്ടുള്ള സ്ഫോടനം നടന്നിട്ടുള്ള സംഭവ സ്ഥലത്തു നിന്ന് നീക്കം ചെയ്തിട്ടില്ല. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അതോടൊപ്പം തെളിവെടുപ്പ് അടക്കം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതായത് ഈ ഗൂഢാലോചന, അട്ടിമറി അടക്കമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ഫരീദാബാദിൽ നിന്നും RDX അടക്കമുള്ള സ്ഫോടനങ്ങൾ പിടികൂടിയിരുന്നു. അതും ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാരെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പഴുതടച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 30ഓളം പേർ ദാരുണമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 6 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 12 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 9 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന മൃതദേഹങ്ങൾ അത് ആരുടേതാണ് എന്നതിന് DNA പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കമുള്ള മൃതദേഹങ്ങളായിരിക്കും ഒരു പക്ഷേ ഇനി കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ DNA പരിശോധനകൾ അടക്കം നടക്കേണ്ട ആവശ്യമുണ്ട്. അത്തരം നടപടികൾ ആരംഭിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതർക്കും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗത്തിനും കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ഈ കാർ ഓടിച്ചിരുന്ന ഉമർ മുഹമ്മദിന്റെ മൃതദേഹം ഏതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെ തന്നെയും ഇനിയും എത്താനുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. റഷീദ്, ഈ ഫോറൻസിക് പരിശോധനയുടെ വിശദാംശങ്ങൾ അവിടെ നിന്നൊരു വെടിയുണ്ട അടക്കം കിട്ടിയിരുന്നല്ലോ.
അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ മരിച്ച ആൾക്കാരുടെ ശരീരത്ത് നിന്ന് കിട്ടിയ സ്ഫോടക വസ്തുക്കളുടെ വിശദാംശങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അത്തരം കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റു സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ചില അമോണിയം അടക്കമുള്ള ചില രാസപദാർത്ഥങ്ങൾ ഈ സ്ഫോടനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സ്ഫോടക വസ്തുക്കളിലൊക്കെ തന്നെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനകൾ അവസാനിച്ചാൽ മാത്രമേ എന്താണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുള്ള വസ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വാഹനത്തിന്റെ പുറകുവശത്താണ്, അതായത് ഈ സിലിണ്ടറുകളൊക്കെ തന്നെയും ഡിക്കി പോലുള്ള ഈ മേഖലയിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഫോറൻസിക് വിഭാഗം ഇതിനോടകം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇതുവരെയും നടന്നിട്ടില്ല. പല കോണുകളിൽ നിന്നും പല ഊഹാപോഹങ്ങളൊക്കെ തന്നെയും വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാവുകയും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ തന്നെയും പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വെടിയുണ്ടകളും അതോടൊപ്പം തന്നെ മറ്റു ചില വസ്തുക്കളൊക്കെ തന്നെയും ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഈ മേഖലകളിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തിരുന്നു. അവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില രാസ പരിശോധനകൾ നടത്തണം എന്നുള്ള കാര്യം ഫോറൻസിക് വിദഗ്ധർ പോലീസിനോടടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ 12 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശദാംശങ്ങൾ അതൊക്കെ തന്നെ ഇനി ആശുപത്രി അധികൃതരടക്കമുള്ള ആളുകളാണ് പുറത്തുവിടേണ്ടത്. എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഇതിന് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന് രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാവിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ RDX അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിന് പിന്നാലെ രാജ്യത്ത് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ATS അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.